സ്നേഹ ബഹുമാനമുള്ള ഫാദർ അജീഷ് ക്രിസ്തു, ഫാദർ ജസ്റ്റിൻ ഫ്രാൻസിസ്, ഫാദർ ഹെൻസിലിൻ, ലൂയിസ് ഉപദേശി, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, നെറുകയിൽ സേവനം അനുഷ്ഠിക്കുന്ന സഹോദരന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 68ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൽ നാം എല്ലാവരും പങ്കുകാരാകുകയാണല്ലോ. നെറുകയിലെ ഈ കുരിശും ഇതിൻ്റെ പരിസരവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവം തിരഞ്ഞെടുത്ത, ദൈവം വർഷങ്ങൾ കൊണ്ട് ഒരുക്കിയ ഒരു സ്ഥലമാണ്. ദൈവം ആഗ്രഹിക്കാത്ത ഒരു സ്ഥലവും ദൈവ കേന്ദ്രീകൃതമായിട്ട് നിലനിന്നിട്ടില്ല. ദൈവത്തിൻ്റെ പ്രത്യേക കൃപാവരങ്ങളും ഇടപെടലും കാലോചിതമായിട്ട് കർത്താവിൻ്റെ ദർശനങ്ങൾ നൽകുന്നതിലേക്ക് വേണ്ടിയുമാണ് ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നവോത്ഥാന ചിന്തകൾ, മനുഷ്യരെ നവീകരിക്കുന്ന ആശയങ്ങൾ, മനുഷ്യ ജീവിതം അത് നിലവാരം കുറഞ്ഞ് താഴോട്ട് പോകുമ്പോൾ, വിശ്വാസ രാഹിത്യം ഉണ്ടാകുമ്പോൾ, തിന്മകൾക്ക് അടിമപ്പെടുമ്പോൾ, തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാകുന്ന സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ തിന്മയെ തിരിച്ചറിയുകയും നന്മയിലേക്ക് വരുന്നതിലേക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. ഈ തെക്കൻ കുരിശുമല തീർത്ഥാടനവും ഈ ലോകത്തിൽ വരാൻ പോകുന്ന വിപത്ത് എന്താണ് എന്ന് ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ട് 68 വർഷം കൊണ്ട് ഈ പ്രദേശത്തെ കർത്താവ് ഒരുക്കിയായിരുന്നു. ആ ഒരുക്കൽ ഇന്ന് ലോകത്തിന് നവോത്ഥാനമായ ചിന്തകൾ അല്ലെങ്കിൽ തിന്മയെ അതിജീവിക്കേണ്ട ഒരവസരം ദൈവം ഒരുക്കി നൽകിയിരിക്കുകയാണ്. ഓരോ വർഷവും നാം ഇവിടെ വിചിന്തനം ചെയ്യുന്ന വിഷയം ഏറ്റവും അർത്ഥപൂർണമാണ്. ഏറ്റവും മാറ്റങ്ങൾ വരുത്തുന്ന, മനുഷ്യ മനസ്സുകളെ ഉദ്ദീപിക്കുന്ന, ഉജ്ജ്വലിപ്പിക്കുന്ന ആശയങ്ങളാണ് നാം ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഈ വർഷവും നാം തീർത്ഥാടന സന്ദേശമായിട്ട് എഴുതിയിരിക്കുന്നത് വിശുദ്ധ കുരിശ് സ്നേഹ ഹൃദയ സ്പന്ദനം എന്നാണ്. ഈ വിഷയം എത്ര പേര് മനസ്സിലാക്കിയെന്ന് നമുക്കാർക്കും അറിയില്ല. എന്നാൽ നാം ഓരോരുത്തരും നമ്മുടെ തലത്തിൽ ഈ വിഷയം മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി നാം പരിശ്രമിച്ചു. എങ്ങനെയാണ് ഒരു കുരിശ് വിശുദ്ധമായി തീരുന്നത്? വിശുദ്ധമായി നിൽക്കുന്ന ആ കുരിശ് എങ്ങനെയാണ് സ്നേഹത്തിൻ്റെ സ്പന്ദനമായി തീരുന്നത്? ഒരുപക്ഷെ എല്ലാവർക്കും ഒന്നും അത് മനസ്സിലാകുകയില്ല. എന്നാൽ ഈ വിഷയം നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടലോടുകൂടെയാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു ഹൃദയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉണ്മയായി നിൽക്കുന്ന, നന്മയായി നിൽക്കുന്ന, ജ്ഞാനമായി നിൽക്കുന്ന, ബുദ്ധിയായി നിൽക്കുന്ന, ജീവനായി നിൽക്കുന്ന, സത്യമായി നിൽക്കുന്ന ദൈവമാണ് ആ ഹൃദയത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ ഹൃദയം ജ്വലിച്ചപ്പോൾ, ആ ദൈവത്തിൻ്റെ ഹൃദയം തുറന്നപ്പോൾ ഈ ലോകത്തിൽ സൃഷ്ടികർമ്മം നടന്നു എന്നതാണ്. ഹൃദയം എപ്പോഴും തുറക്കപ്പെടുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്, നന്മ പകർന്നതിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം തുറന്നപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ആ സൃഷ്ടിക്കപ്പെട്ട എല്ലാ വസ്തുവിൻ്റെയും, എല്ലാ ചരാചരങ്ങളുടെയും മേൽ ദൈവത്തിൻ്റെ ഹൃദയ സ്പന്ദനമുണ്ട് എന്നുള്ളതാണ്. കാരണം ദൈവമാണ് സൃഷ്ടികർമ്മം നടത്തിയതെങ്കിൽ, ദൈവം പർദീസയിൽ ആദത്തെയും ഹവ്വയും സൃഷ്ടിച്ചുവെങ്കിൽ അവരിലേക്ക് ശ്വാസം കടത്തി അവിടെ ഹൃദയത്തെ കർത്താവ് സ്പന്ദിപ്പിച്ചു. ആ ഹൃദയത്തിലേക്ക് കർത്താവ് നൽകിയ ആ സ്പന്ദനം അവിടുത്തെ സ്നേഹമാണ്. ആ സ്നേഹമാണ്
ഈ സൃഷ്ടിയിലേക്ക്, ആദ്യ മാതാപിതാക്കളിലേക്ക് ദൈവം കടത്തിവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഉണ്മ എന്താണ് എന്ന് ചോദിച്ചാൽ ഹൃദയമാണ്. എങ്ങനെയുള്ള ഹൃദയം? അത് ജ്വലിച്ചു നിൽക്കുന്ന, സ്നേഹത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഹൃദയം. ഹൃദയം ജ്വലിക്കുക എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതല്ല, കൊടുക്കുക എന്നുള്ളതാണ്. ഹൃദയം എപ്പോഴും കൊടുക്കുന്നതാണ്. ഹൃദയത്തിലേക്ക് ലഭ്യമാകുന്ന ബ്ലഡ് അത് ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിലേക്ക് നൽകുന്നത് പോലെ ഹൃദയത്തിലേക്ക് ലഭ്യമാകുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കരുണയും മറ്റുള്ളവരേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് അത് കൊടുക്കുന്നതാണ്. ഹൃദയം എന്ന് പറയുന്നത് കൊടുക്കുന്നതാണ്. ദൈവം കൊടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ഈ ലോകത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യരും ജീവിക്കുന്ന ഒരു മനുഷ്യരും ഹൃദയത്തോടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോടൊപ്പം നിന്നുകൊണ്ട് ദൈവത്തോടൊപ്പം നിന്നുകൊണ്ട് ഹൃദയം കൊടുക്കുന്ന, സ്നേഹം കൊടുക്കുന്ന വ്യക്തികളായി തീരുക എന്നതാണ്. അപ്പോൾ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയുടെ അഭാവം ഇന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ അഭാവമാണ്. സ്നേഹം എന്താണ് എന്നറിയത്തില്ല. ആർക്കാണ് സ്നേഹം കൊടുക്കേണ്ടത് എങ്ങനെ അറിയത്തില്ല. സ്നേഹം കൊടുക്കുന്നതിന് പകരം സ്നേഹം എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വരുന്ന അക്രമങ്ങൾ, അനീതികൾ, അസ്വസ്ഥതകൾ, എന്ത് സ്വീകരിക്കണം എന്നറിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടം, മദ്യത്തിലും മയക്കുമരുന്നിലും അത് ലഭ്യമാകാതെ വരുമ്പോൾ സ്വയം ജീവൻ ഒടുക്കുവാനും ആത്മഹത്യ പ്രവണതകൾ, മറ്റുള്ളവരുടെ ജീവൻ, മക്കൾ മാതാപിതാക്കളുടെ ജീവൻ എടുക്കുന്നു, മാതാപിതാക്കൾ മക്കളുടെ ജീവനെ കൊല്ലുന്നു, അബോർഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ലോകത്തിൽ കൂടി വരികയാണ്. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ സ്നേഹം എടുക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അത് കൊടുക്കുമ്പോൾ അതിന് വൈരുദ്ധ്യതകൾ നിൽക്കുകയാണ്. അപ്പോൾ സംശുദ്ധമായ സ്നേഹം ഈ ലോകത്തിലേക്ക് പാർന്നു നൽകിയിരിക്കുന്നത് ദൈവമാണ് എന്നുള്ള കാഴ്ചപ്പാട് ഈ ലോകത്തിലെ എല്ലാ ജനതകൾക്കും ഉണ്ടാവേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ എന്താണ് സംഭവിച്ചത്? ആദ്യം മുതലേ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ ഹൃദയമായ, ദൈവത്തിൻ്റെ സ്നേഹമായ, ദൈവത്തിൻ്റെ ജ്ഞാനമായ, ദൈവത്തിൻ്റെ ബുദ്ധിയായ, ദൈവത്തിൻ്റെ കരുണയായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ച് അവിടുന്ന് ജീവിച്ചു. എന്താണ് കർത്താവ് നൽകിയത്? ആരുടെയും സ്നേഹം എടുക്കാൻ വേണ്ടി പോയില്ല. സ്നേഹം കൊടുക്കാൻ വേണ്ടി അവിടുന്ന് മാക്സിമം പരിശ്രമിച്ചു. എന്നാലും കർത്താവ് നൽകിയ സ്നേഹം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആൾക്കാർ വളരെ വിരളമായിരുന്നു. എന്നാൽ കർത്താവ് തൻ്റെ സ്നേഹം കൊടുത്ത് മാത്രം നിന്നു. എൻ്റെ ജീവൻ പോയാലും സ്നേഹം കൊടുക്കുക, അതാണ് ഈ ലോകത്തിൻ്റെ ധർമ്മം എന്ന് വ്യക്തമായിട്ട് ദൈവം കാണിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലൂടെയാണ്. അങ്ങനെ സ്നേഹം കൊടുത്തു നിൽക്കുന്ന യേശു ക്രിസ്തു ജീവിച്ച് മുന്നോട്ട് പോയ സമയത്ത് സ്നേഹത്തിന് കൊടുക്കുവാൻ വേണ്ടി ഒരുപാട് വൈതരണികൾ, ബുദ്ധിമുട്ടുകളുണ്ട്, തടസ്സങ്ങളുണ്ട്. അവയെല്ലാം മാറ്റിയെടുക്കുന്നതിലേക്ക് വേണ്ടി ത്യാഗം, സഹനം കൂടുതൽ ഏൽക്കേണ്ടി വന്നതാണ്. സ്നേഹം കൊടുക്കുന്നതിലേക്ക് വേണ്ടി കർത്താവിന് ഏറ്റെടുക്കേണ്ടി വന്നത് സഹനമാണ്. അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ സാധിക്കുകയില്ല. അവസാന തുള്ളി രക്തം വരെ ചിന്തി അവിടുന്ന് സ്നേഹം നൽകി. അങ്ങനെയാണ് ഈ കുരിശ്, മരക്കുരിശ് ഹൃദയത്തിൻ്റെ ഇരിപ്പിടമായി തീരുന്നത്, സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായി തീരുന്നത് ആ കുരിശാണ്. യേശു ക്രിസ്തുവിൻ്റെ സകലത്തിൻ്റെ ഇരിപ്പിടമായി കുരിശ് മാറുകയും ആ കുരിശിൽ നാം ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ഹൃദയത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. ആ സ്നേഹം തുടിച്ചു നിന്ന് തൻ്റെ അവസാന തുള്ളി രക്തവും നൽകിയത് ഈ കുരിശിൽ യേശു ക്രിസ്തുവാണ്. അങ്ങനെ കുരിശ് ഈ ലോകത്തിൻ്റെ മുഴുവനും സ്നേഹത്തിൻ്റെ ഹൃദയ സ്പന്ദനമായിട്ട് നിൽക്കുകയാണ്. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ 1957 മാർച്ച് 27 ഒരു പുണ്യ ആചാര്യൻ, ഒരു പുരോഹിതൻ ഈ നെറുകയിലേക്ക് കടന്നെത്തി. വളരെ തടസ്സങ്ങൾ നിറഞ്ഞ വഴി. എന്നാൽ അദ്ദേഹം ഈ വാനശാസ്ത്രത്തിലും പ്രകൃതിശാസ്ത്രത്തിലും ആയതുകൊണ്ട് അദ്ദേഹം ഈ പ്രകൃതിയിൽ ഏറ്റവും മനോഹരമായി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന സ്ഥലമേതാണ് എന്ന് തൻ്റെ ബൈനാക്കുലറിലൂടെ ഉണ്ടങ്കോട് ഇടവക വികാരിയായിരിക്കുമ്പോൾ
കന്നിമല ഇടവക വികാരിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ടെത്തുകയും ഈ നെറുകയിൽ ഇവിടെ വരണം, ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കണം എന്ന് അദ്ദേഹത്തിനെ ദൈവം പ്രചോദിപ്പിച്ചു. ദൈവം അതിന് അവസരം നൽകി എന്നതാണ്. അതിന് പ്രത്യേകമായ ഒരു സാഹചര്യം കർത്താവ് ഒരുക്കിയത് ഈ പ്രദേശത്തിലെ എല്ലായിടത്തും സാംക്രമിക രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. വൈദ്യശാസ്ത്രവും മറ്റ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ മനുഷ്യൻ്റെ ഈ സാംക്രമിക രോഗത്തിന് ശമനം കണ്ടെത്തുവാൻ സാധിക്കാതെ വന്നപ്പോൾ എല്ലാവരും കുരിശിലേക്ക് അണയുവാനും കുരിശ് ഉയർത്തുവാനും കുരിശിലേക്ക് പ്രാർത്ഥിക്കുവാനും വേണ്ടി പരിശ്രമിച്ചു. ഇവിടെയും ജീവിക്കാൻ വേണ്ടി കടന്നു വന്ന തെക്കൻ നാട്ടിൽ നിന്ന് കാഞ്ഞിരംകുളം ഭാഗത്തു നിന്ന് കടന്നു വന്ന പപ്പൻ മകൻ ജോർജും കുടുംബവും ഇവിടെ ഒരു ഗുഹയിൽ താമസിക്കുകയായിരുന്നു. പഴയ ആൾക്കാർക്ക് ഉപജീവനത്തിന് വേണ്ടി മാർഗം കണ്ടെത്തുക, ഈ പ്രദേശത്ത് വന്ന് മരച്ചരക്കുകൾ വെച്ചുപിടിപ്പിച്ച് കാച്ചിൽ, ചേന, ചേമ്പ ഇതൊക്കെ വെച്ചുപിടിപ്പിച്ച് സ്വയം ഉപജീവനം നടത്തുക, വിൽക്കുക, ധനമുണ്ടാക്കുക എന്നുള്ളതല്ല. ആ ലക്ഷ്യത്തോടു കൂടെ കടന്നു വന്ന അവർക്കും ഈ സാംക്രമിക രോഗം പിടിപെട്ടു എന്നതാണ്. എന്നാൽ അവർ കണ്ടെത്തിയത് ഓടി നടക്കാതെ ഒരു മരക്കുരിശുണ്ടാക്കി ആ കുരിശിൽ അഭയം പ്രാപിച്ച് അവർ പ്രാർത്ഥിച്ചു. അത് ഈ ഉന്നതമായ സ്ഥലത്തു നിന്നാണ് അവർ പ്രാർത്ഥിച്ചത്. ഈ വിവരം അന്നത്തെ ഇടവികാരിയായിരുന്ന ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റിനെ അറിയിക്കുകയും അദ്ദേഹം ഇവർക്ക് ഇങ്ങനെയുള്ള ഈ രോഗശാന്തി ലഭ്യമായിരിക്കുന്നത് കുരിശിൽ അഭയം പ്രാപിച്ചതുകൊണ്ടാണ് എന്ന് ബോധ്യപ്പെട്ടു. കർത്താവ് അദ്ദേഹത്തിന് നേരത്തെ വെളിപ്പെടുത്തി ഈ മലയിലേക്ക് വരിക, കുരിശ് സ്ഥാപിക്കുക. ഈ രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് 1957 മാർച്ച് 27 ഉച്ചയ്ക്ക് 12 മണിക്ക് അദ്ദേഹം ഇവിടെ വന്ന് വലിയ ഒരു മരക്കുരിശ് സ്ഥാപിച്ചത്. തുടർന്ന് അത് ഇരുമ്പിലുള്ള ഒരു കുരിശായി 1985 ഫാദർ ഫ്രാൻസിസ് നീറ്റാനി കിളിയൂർ ഇടവികാരിയായിരിക്കുന്ന വേളയിൽ ഇവിടെ ഈ തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിക്കുവാൻ ഇടയായി. അന്ന് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു. ഒരിക്കൽ ലിറ്റിലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, കുട്ടികളുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെയും കൊണ്ട് ഈ മലയുടെ അടിവാരത്തിലെത്തി. അന്നിവിടെ ആൾക്കാർ ചുടുകല്ലും മണ്ണുമൊക്കെ കമ്പിയൊക്കെ ചുമന്നുകൊണ്ട് വരുന്ന സീനാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഈ കുരിശ് ഇന്ന് എല്ലാവരുടെയും സ്നേഹഹൃദയത്തിൻ്റെ ഒരു സ്പന്ദനമായിട്ട് ജ്വലിച്ചു നിൽക്കുകയാണ്. ഓരോ വർഷവും കടന്നു വരുന്ന തീർത്ഥാടകർ അവർ പ്രത്യാശ അർപ്പിക്കുന്നത് തങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക. കർത്താവ് തങ്ങളെ വഴി നടത്തും. സഹനങ്ങളും വേദനകളും മാറുക എന്നുള്ളതല്ല, സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി ശക്തി നൽകും എന്നുള്ള വിശ്വാസത്തോടു കൂടെയാണ് ഓരോരുത്തരും ഇവിടെ എത്തുന്നത്. ഇതൊരു അത്ഭുത കുരിശാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കുരിശ് ഇന്നത്തെ സാഹചര്യത്തിൽ ലോകത്തിന് ആശ്വാസം നൽകുന്ന വെറും ഒരു കുരിശല്ല, ഒരു സഹന ജീവിതത്തിൻ്റെ, ത്യാഗ ജീവിതത്തിൻ്റെ, സ്നേഹജീവിതത്തിൻ്റെ പ്രതീകമായിട്ട്, അടയാളമായിട്ട് സമുദ്രനിരത്ത് നിന്ന് 3000 അടി ഉയരെ കർത്താവ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ കുരിശ് ഇത്രത്തോളം ആകർഷണീയമാകുന്നത് കുരിശ് നൽകുന്ന ദിവ്യമായ സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊള്ളുവാൻ ഈ ലോക ജനത ഇന്ന് പ്രതിജ്ഞാബദ്ധമാണ്. കാരണം ഇതിനേക്കാൾ മറ്റൊരു സന്ദേശം ലോകത്തിനില്ല. വേറെ ആർക്കും തന്നെ ലോകത്തിന് നൽകാൻ സാധിക്കില്ല. ശാസ്ത്രമാണ് എല്ലാം ശരി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ശാസ്ത്രം പറയുന്നതിനൊക്കെ കറക്റ്റല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്പേസിൽ നിന്നും 2 പേര് തിരിച്ചെത്തിയ സമയത്ത് ആ ബുച്ചർ എന്നുള്ള മനുഷ്യൻ പറഞ്ഞത്, ഞാൻ സ്പേസിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടു എന്നുള്ളതാണ്. കർത്താവിൻ്റെ കരവൈഭവവും കണ്ടെത്താൻ പറ്റാത്ത അനന്തമായ ഗ്രഹങ്ങൾ ഇന്നും ലോകത്തിലുണ്ട്. അങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതിയിൽ ഞാൻ ദൈവത്തെ കണ്ടു, ദൈവമില്ല എന്നൊക്കെ പറയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ഈ പ്രകൃതിയിൽ ഇങ്ങനെ നിലനിൽപ്പുണ്ട്. ആ ഹൃദയസ്പന്ദനം ജീവിക്കുന്ന യാഥാർത്ഥ്യമായ ചരിത്രത്തിൽ നമുക്ക് കാണിച്ച് ജീവിച്ചിരുന്ന യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും മനസ്സാക്ഷിയായിട്ട് ജീവനായി ഇന്നും ഈ പ്രകൃതിയിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇതിൽ കവിഞ്ഞ് മറ്റിലേക്ക് നമുക്കാർക്ക് തന്നെ പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരും തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
എംപുറാൻ എന്നുള്ള ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പിശാചിനെ ദൈവത്തെ കൂടാതെയുള്ള ഒരു വൈശാചികതയുടെ ശക്തിയെ പ്രകടിപ്പിക്കുന്ന ലെവലിൽ ലൂസിഫർ എന്നുള്ള സിനിമ ഇറങ്ങിയതിന് ശേഷം രണ്ടാമത് വന്നിരിക്കുന്നത് തിന്മയെ പേഴ്സോണിഫിക്കേഷൻ ചെയ്യുക, തിന്മയെ വ്യക്തിവൽക്കരിക്കുക, തിന്മയെ ഒരു മനുഷ്യനെ എടുത്ത് ദൈവമാക്കി പ്രൊജക്റ്റ് ചെയ്ത് ഈ ലോകത്തിന് കാണിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വഴി പോവുക എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു വലിയ ഒരു ശക്തി ഡെവിൾസ് ഗ്രൂപ്പ് ഇന്ന് ലോകത്തിലുണ്ട്. അവർ അറിയപ്പെടുന്നത് ഇലുമിനാറ്റി ഗ്രൂപ്പ്സ്, ഇലുമിനേറ്റ്, തിളങ്ങുക, വെട്ടിത്തിളങ്ങുക എന്നൊക്കെ പറയും. ഒരിക്കൽ ഇന്ത്യയിലും ഒരു മനുഷ്യൻ പറയുകയുണ്ടായി, ഇന്ത്യ തിളങ്ങുന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല. ഈ ഇലുമിനാറ്റീസ് അവർ തരുന്ന ഈ സമ്പത്ത് കൊണ്ട് മാത്രം ഇന്ത്യക്ക് തിളങ്ങാൻ സാധിക്കില്ല. ഈ ലോകത്തിന് സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം തിളങ്ങാൻ സാധിക്കില്ല. അങ്ങനെ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ആശയങ്ങൾക്ക് നൽകുന്ന ഇലുമിനാറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്, ഫ്രീ മേസൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക, മാക്സിമം ലക്ഷറിയും മാക്സിമം സുഖലോലഭതയും കൊടുക്കുന്ന, സമ്പത്തും കൊടുക്കുന്ന ഒരു സാമ്പത്തിക സംവിധാനം ഈ ലോകത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തെ അവരുടെ കൈക്കിലേക്ക് ഒതുക്കിയെടുക്കാനുള്ള ശ്രമവുമുണ്ട്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രംഗത്ത് വരുമ്പോഴും ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം മാറ്റി നിർത്തിയതിനു ശേഷം ഒരുപക്ഷെ ധനത്തിൻ്റെയും സുഖലോലഭതയുടെയും ഒരു ലോകം പടുത്തുയർത്തി ലോകത്തെ ഇങ്ങനെ കാണിപ്പിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് വരിക എന്ന് ആകർഷിക്കുന്ന ഒരു തലത്തിൽ പോയി നിൽക്കുകയാണ്. ഇവിടെയെല്ലാം നമ്മൾ ബോധപൂർവം ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തെ സെലക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളും ഈ വിപത്തുകളിൽ, ആപത്തുകളിൽ പോയി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സെലക്ഷൻ, തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കാണ്. ഇവിടെ തിന്മയുടെ ഒരു സെലക്ഷൻ നിങ്ങൾക്ക് നടത്താം. ആ ഏതൻ തോട്ടത്തിൽ നമ്മൾ തിന്മയുടെ ഇതിലേക്ക് കടന്നെത്തിയ ആദത്തെ ഹവ്യം കാണാം. ആദഹവ്യം തിന്മ ചെയ്യുന്നതിന് മുമ്പ് വരുന്ന ആ വളരെ മനോഹരമായിട്ടുള്ള ആ ഏതൻ തോട്ടമുണ്ട്. സൗഭാഗ്യകരമായ ആനന്ദദായകമായ ആ ഒരു ലെവലിലേക്ക് വരാം. ഇന്ന് ലോകം ഈ തിന്മ കൊണ്ട് നന്മയെ മൂടി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തലത്തിലേക്ക് പോവുകയാണ്. സത്യത്തെ അസത്യവൽക്കരിക്കുക, സ്നേഹത്തെ സ്നേഹമില്ലാതാക്കുക, കരുണ ഇല്ലാതാക്കുക. ഈ ലോകക്രമം കൊണ്ടുവരുന്നത് ഈ ഡെവിൾസ് റൂളാണ്. ഡെവിൾ ഈവിൾസ് റൂൾ. അത് ഇന്ന് ലോകത്തിൽ കൂടി നിൽക്കുകയാണ്. എന്നാൽ മറ്റൊരു തലത്തിൽ തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം പോലെയുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് വരുന്ന നവീനമായ ചിന്തകൾ അതിനേക്കാൾ മുന്നോട്ട് പോകുവാനും ഈ ലോകത്തിൽ ഒരു സ്നേഹത്തിൻ്റെ ഹൃദയമുണ്ട് എന്നും അത് ജ്വലിച്ചു നിൽക്കുന്ന സ്നേഹമാകുന്നുവെന്നും അതെല്ലാവർക്കും അനുഭവവേദ്യമാകുന്നുവെന്നും അത് അനുഭവിക്കാൻ വേണ്ടി തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലെ നെറുകയിലെ കുരിശിലേക്ക് നമ്മൾ കണ്ണും വെച്ച് ലക്ഷ്യം വെച്ച് പ്രത്യാശയോടുകൂടി കടന്നു വരുമ്പോൾ അത് സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുമെന്നും കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജാതിക്കും മതത്തിനും വർഗത്തിനും അതീതമായി ചിന്തിക്കുന്ന ലക്ഷം ആൾക്കാരും ഓരോ വർഷവും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് മത ആചാരങ്ങളല്ല, മനുഷ്യൻ്റെ തെറ്റായ ചിന്തകളല്ല, മറ്റ് സംവിധാനങ്ങളല്ല ഈ ലോകം നയിക്കുന്നത് യഥാർത്ഥം സ്നേഹിച്ച് നിൽക്കുന്ന, തുളുമ്പി നിൽക്കുന്ന ഒരു ഹൃദയത്തിൽ ആണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. അതിന് മാത്രം നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും തന്നെ ആ ദൈവികമായ ഹൃദയത്തിലേക്ക് ഓടിയെത്തണം, അവിടെ നിന്ന് ശക്തി സംഭരിക്കണം, അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി പരിശ്രമിക്കണം. അതിലേക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധമാകുന്ന സ്ഥലങ്ങളെ നമ്മൾ രൂപപ്പെടുത്തണം എന്നുള്ള ലെവലിലാണ് പരിശുദ്ധ പിതാവ് അടുത്ത കാലത്ത് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാകുന്നത് തലയിൽ നിന്നല്ല. അല്ല, ബുദ്ധിയും ജ്ഞാനവും വരുന്നത് ഒരുത്തൻ ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ അവൻ സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു, സംരക്ഷിക്കുന്നു, അവരോടെങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നു. ഇതാണ് ഒരു വ്യക്തിയുടെ ജ്ഞാനം, ബുദ്ധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും കാണാതെ പഠിച്ചുകൊണ്ട് ഇതൊക്കെയാണെന്ന് പറയുന്നത് ബുദ്ധിമാൻ്റെ ലക്ഷണമല്ല. അതൊരു മെമ്മറിയാണ്. മെമ്മറിയിൽ പലതും സൂക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ജ്ഞാനത്തോടെ ജീവിക്കുന്ന, ബുദ്ധിയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ ഹൃദയം കൊണ്ട് ജീവിക്കുന്നു എന്നാണ്. അപ്പോൾ ഹൃദയത്തിൽ നിന്നാണ് ജ്ഞാനവും ബുദ്ധിയും സ്നേഹവും വിനയവും എളിമയൊക്കെ വരുന്നത്. അത് നിങ്ങളിലേക്കും ചിന്തിച്ചു നോക്കുമ്പോൾ സാധിക്കും. ഇന്നുള്ള വലിയ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ കമ്പനി നേതാക്കന്മാരുണ്ട്. അവർ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് സമ്പത്ത് കാര്യങ്ങൾ ഉണ്ടാക്കുമായിരിക്കും, അല്ലെങ്കിൽ തലകൊണ്ട് ചിന്തിച്ച്. എന്നാൽ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത്
ഇങ്ങനെയുള്ള മത സംവിധാനങ്ങൾ കിടക്കുന്ന കാര്യങ്ങളൊക്കെ. തെക്കൻ കുരിശുമല തീർത്ഥാടനം ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ്, ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ കർത്താവിന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരിടമായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രം മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എവിടേക്കൊരു ഒരു നല്ല ഒരു ചിന്ത പ്രവാചകന്മാർ നൽകുന്നത് പോലെ ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ വരുന്ന സമയത്ത് ദൈവം സന്തോഷിക്കുന്നതാണ്. കാരണം കർത്താവ് ഉദ്ദേശിക്കുന്ന തലത്തിൽ ഈ പ്രകൃതി വരാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാകുന്ന ഒരു സമൂഹം ഏതാനും ആൾക്കാരെങ്കിലും രൂപപ്പെട്ട് വരുന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ഇടപെടലും അനുഗ്രഹങ്ങളും ധാരാളമായിട്ടുണ്ടാകും. ഈ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ എടുക്കുന്ന കർത്താവിൻ്റെ ആ സ്വസ്ഥമായ ചിന്തകളും ജീവിത രീതികളും നമ്മെ വളരെയേറെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അനേകം ആൾക്കാർ ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആശയ കേന്ദ്രമായിട്ട് നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലമായിട്ട് കുരിശുമല മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമന്വയ വിഷൻ യൂട്യൂബ് ചാനൽ, അതോടൊപ്പം തന്നെ ഓൺലൈൻ ചാനൽ, ലോക്കലിൽ സമന്വയ വിഷൻ കേരള വിഷൻ സെറ്റ് ബോക്സിൽ 51 ചാനലിലൂടെ ഈ കാര്യങ്ങളൊക്കെ പ്രക്ഷോഭനം ചെയ്ത് എവിടെയിരുന്നും അവർ കാണുവാനും കേൾക്കുവാനും പറ്റുന്ന ലെവലെത്തിയിരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന ഈ നവോത്ഥാന ചിന്ത കർത്താവ് രൂപപ്പെടുത്തിയാണ്. 68 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തൻ്റെ മനസ്സിൽ ഉദിപ്പിച്ച് ഇവിടെ സന്നിവേശിപ്പിച്ച ഒരു സംവിധാനമാണ്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. ഒന്നും നമ്മുടേതല്ല, എല്ലാം കർത്താവിൻ്റെ സൃഷ്ടിയാണ്. എത്ര മനോഹരമാണ് ഈ പ്രകൃതിയും ഈ മലയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഇടതുവശത്തുള്ള ആ മലകൾ നോക്കി എന്ന് കഴിഞ്ഞാൽ എത്ര പ്രകൃതി മനോഹരമാണ്. ചുറ്റും 4 ചുറ്റും ഡാമുകളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, മറ്റ് കുന്നുകളും പരക്കുകളും നിറഞ്ഞു നിൽക്കുന്നത്. കേരള തമിഴ്നാട് പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലം. ഈ സ്ഥലം കർത്താവിൻ്റെ സ്ഥലമാണ്. കർത്താവ് തിരഞ്ഞെടുത്തതാണ്. കർത്താവിൻ്റെ ഇഷ്ടം നടപ്പിലാക്കിയതിലേക്ക് വേണ്ടി നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടത്തോട് സഹകരിച്ച് മുന്നോട്ട് വരെ പരിശ്രമിക്കാം. നമുക്ക് ഹൃദയമായി സ്നേഹമായി നിൽക്കുന്ന നമ്മുടെ കർത്താവും ദൈവമായ യേശു ക്രിസ്തു എന്നും നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ബലിയിൽ തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.